Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് കളർ പേപ്പറും കാർഡ്ബോർഡ് പീസും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതൊന്ന് മടക്കിയിട്ട് നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുള്ളിലായിട്ട് നമ്മൾ വേറൊരു ഹാർട്ട് ഷേപ്പിൽ കൂടി വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറിലെ ആക്രിലിക് പെയിൻ്റ് ആണ് എടുക്കണേ. പിന്നെ കളേഴ്സൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പിന്നെ പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കളർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പർ വേണം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറും പിന്നെ വൈറ്റ് പേപ്പറും ആണ് എടുത്തേക്കണേ. ഇനി നമുക്ക് അതിൽ നിന്നായിട്ട് കുറച്ച് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു റെഡ് കളർ പേപ്പർ ഉണ്ടല്ലോ, അത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി എടുത്തിട്ട് നമ്മൾ കുറച്ച് സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിൾസാണ് വരച്ചെടുക്കണേ. പിന്നെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. നമ്മളിത് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഫ്ലവേഴ്സ് വേണമെങ്കിൽ കുറച്ചുകൂടി അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അതുപോലെ ചെറിയ ഫ്ലവേഴ്സാണ് വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അളവ് കുറച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്നും നമുക്ക് ഇതുപോലെ കുറച്ച് സർക്കിൾ ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വൈറ്റ് പേപ്പറിൽ നിന്നായിട്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള സർക്കിൾസാണ് വരച്ചെടുക്കണേ. പിന്നെ ഇതുപോലെ നമ്മൾ 2 കളർ പേപ്പർ എടുക്കുമല്ലോ, അപ്പോൾ ഒന്നിൽ നിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ ഒരു സൈസിനേലും കുറച്ചുകൂടി സൈസ് കുറഞ്ഞതായിരിക്കണം അടുത്ത പേപ്പറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സർക്കിൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ആ ഒരു റെഡ് കളർ പേപ്പറിൽ നിന്ന് ഞാൻ 3 സെൻറ്റിമീറ്ററിലാണ് എടുത്തെങ്കിൽ വൈറ്റ് പേപ്പറിൽ നിന്നായിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്ററിലാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ചെയ്യുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെ ഇതാ വൈറ്റ് പേപ്പറിൽ നിന്നും പിന്നെ ആ ഒരു റെഡ് കളർ പേപ്പറിൽ നിന്നും ഇതുപോലെ കുറച്ചധികം സർക്കിൾസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പീസ് എടുത്തിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സാധാരണ ഒരു നോർമൽ പെറ്റൽ കട്ട് ചെയ്ത് കൊടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടണേ. ഇനിയിപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെയും ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് പേപ്പർ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ 2 പെറ്റൽസാണ് ആവശ്യമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു വലിയ പെറ്റലിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചെറിയ പെറ്റലുണ്ടല്ലോ, അത് അതിനുള്ളിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലവർ ഒന്നുകൂടി ഒന്ന് മഞ്ചാക്കാനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റ് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കുട്ടി ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒക്കെ അടിച്ച് വെച്ചില്ലായിരുന്നോ, അതെടുക്കാം കേട്ടോ. അതുമേലായിട്ട് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലായിട്ട് പെയിൻറ്റ് വെച്ചിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നോ, അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈവച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റൊക്കെ നമ്മുടെ കൂടെ പോരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അധികം ഗ്യാപ്പില്ലാതെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ അടുപ്പിച്ച് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാൾ ഡെക്കറായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ അതിലായിട്ട് കുറച്ച് ഹാങ്ങിങ്സ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 1/2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് എടുത്തേക്കണേ. പിന്നെ ലെങ്ത്ത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ 3 ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിലായിട്ട് ഒട്ടിച്ച് കൊടുത്തില്ലേ, ആ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. അത് ആ ഒരു വൈറ്റ് പേപ്പറിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കുറച്ച് ലെങ്ത്ത് കൂടിയതും പിന്നെ ബാക്കിയുള്ള 2 എണ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് സെയിം ലെങ്ത്തിലെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ ബാക്കിലായിട്ട് ആ 3 പീസ് കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 5 പീസ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊരു അടിപൊളി വാൾ ഡെക്കർ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കാണാനായിട്ട് നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.